സ്തോത്രം. എല്ലാവരെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹം നിങ്ങൾ അറിയിക്കുന്നു. ഇത് പലക്കാലം ചെറിയൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ ഒരു ഷോർട്ട് മെസ്സേജ് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ഉള്ളത്തിൽ തന്നൊരു സന്ദേശം ഞാൻ നിങ്ങൾക്കായി കൈമാറുകയാണ്. എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു കർത്താവിൻ്റെ കൃപയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും ഭയം ഒരു മെയിൻ ഘടകമാണ്. എല്ലാവരും ഭയത്തിൻ്റെ വലിയൊരു സംഭവമാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ഈ ഭയമുണ്ടാകുന്നതെന്ന് നിങ്ങളെപ്പോഴും തിരിച്ചറിഞ്ഞു. ബൈബിൾ പറയുന്നത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പോൾ തികഞ്ഞ സ്നേഹം ആരെയാണ് സ്നേഹിക്കുന്നത്? അപ്പനെയല്ല, അമ്മയല്ല. അവർ സ്നേഹിക്കേണ്ടെന്നല്ല പറഞ്ഞു വന്നത്. അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നിട്ട് അസ്ഥി മാംസമുള്ളവനെന്ന് ജീവിക്കുന്ന യേശു രാജാവിനെ നിങ്ങൾ സ്നേഹിച്ചാൽ, അസ്ഥി മാംസമില്ലാത്ത ജയിക്കാൻ കഴിയാത്ത ദുഷ്ടപിശാച് നിങ്ങളുടെ മുന്നിൽ അവൻ തല ഉയർത്തി വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടാതെ അവനെ കീഴ്പ്പെടുത്തുവാൻ പറ്റും. യേശു കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് എമൗസിലേക്ക് വന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ പോലും അറിഞ്ഞില്ല അവർ കൂടെ നടക്കുന്നതും കാര്യങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചതുമല്ല. യേശു വീണ്ടും മറ്റു ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ യേശുവിനെ കണ്ടപ്പോൾ ഗുരുവായിരുന്നു, ഞാൻ ഭയന്നു പോയി. അപ്പം യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടണ്ട. കാരണം അവർ പറഞ്ഞ് ഗുരുവായിരുന്നു, ഞങ്ങൾ വിചാരിച്ചു ഒരു ഭൂതമാണെന്ന് വിചാരിച്ചു, ഭയന്നു പോയി. അപ്പോൾ യേശു പറയുകയാണ്, ഭൂതത്തിന് എൻ്റെ പോലെ അസ്ഥി മാംസവും ഇല്ലല്ലോ എന്ന്. അപ്പം അസ്ഥി മാംസവും ഇല്ലല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് അസ്ഥി മാംസമുള്ളവനായി നമ്മുടെ മുമ്പിൽ ജീവിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ സാത്താനെ ഭയക്കരുത്. അവൻ കള്ളനാണ്. അവൻ തകർപ്പാൻ വരുന്നുവെങ്കിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുന്നു, യോഹന്നാൻ 10:10 പ്രകാരം പറയുന്നു, കള്ളം വരുന്നു അറക്കാനും ഓടിപ്പാനും മോഷ്ടിപ്പാനുമെങ്കിൽ ഞാൻ വരുന്നത് നിനക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയുണ്ടാകും. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ട് പിന്നും നിങ്ങൾക്ക് ഭയം വരുന്നുവെങ്കിൽ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച രീതി വളരെ തെറ്റാണ്. കാരണം യേശു കർത്താവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് നീതിക്കായി വായോണ്ട് ഏറ്റുപറഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനം സ്വീകരിച്ച് കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കാത്തത് കൊണ്ടാണ് മക്കളെ നിങ്ങൾക്ക് ഭയം വരുന്നത്. സ്നാനം സ്വീകരിച്ചവരായിരിക്കാം, നിങ്ങൾ വചനം കേൾക്കുന്നവരായിരിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിയ പൈതങ്ങളെ, ഈ കാലയളവിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ കണ്ടിട്ടുമുള്ളതും ഏറ്റവും കൂടുതൽ ദുരാത്മാക്കൾ പുറപ്പെട്ടു പോകുന്നത് അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ അനേക വിശ്വാസികളുടെ ശരീരത്തിൽ നിന്ന് ഭൂതങ്ങൾ ദുരാത്മാക്കൾ വിട്ടുപോകുന്ന കാണുവാനിടയായിട്ടുണ്ട്. എന്തുകൊണ്ട്? ഒരു സ്നാനം സ്വീകരിച്ചവരല്ലേ, കർത്തൃമേശ എടുക്കുന്നവരല്ലേ, എന്തുകൊണ്ട് ഇവരിലുള്ള ഈ സാധനം കയറി? ഞാൻ വസിക്കുന്ന ആലയമാണ് നിന്റെ ഹൃദയം, അത് നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കാൻ ഏൽപ്പിച്ചു. യേശുവിനെ രക്ഷകൻ നാഥനുമായി സ്വീകരിച്ച് യേശു ഉള്ളിൽ വന്നാൽ പിന്നെ എങ്ങനെ ഭൂതം കയറും? പ്രിയ പൈതങ്ങളെ, യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളേണ്ട രീതിയിൽ കൈക്കൊണ്ടില്ല. എന്തുകൊണ്ട് ഭയം വന്നു? യേശു രക്ഷകനാണ്. വെള്ളത്തിന് മീതെ നടന്നു ചെന്നു ശിഷ്യന്മാരെ അവർ പടക് തുഴഞ്ഞ് അവർ അവശനായി. ഈ സാഹചര്യത്തിൽ യേശു കർത്താവ് മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് അത് കാണുകയാണ്. കടന്നു വന്നു വെള്ളത്തിന് മീതെ നടന്നു ചെന്നു കാറ്റിനെയും തിരമാലകളെയും ശാന്തമായി അടങ്ങുക എന്ന് കൽപ്പിച്ചപ്പോൾ അടങ്ങി. ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. ഈ യേശുവിനെ സ്വീകരിച്ചിട്ടും നമ്മുടെ ഉള്ളിൽ ഭയമാണ്. അനേക ദൈവദാസന്മാർ, വിശ്വാസികൾ പലരും ഞങ്ങൾ പല ശുശ്രൂഷയുമായി പല സ്ഥലങ്ങളിൽ കടന്നു പോകുമ്പോൾ, ചില ഹോട്ടലിലൊക്കെ കിടക്കുമ്പോൾ പാസ്റ്ററെ ബാത്റൂമിൽ ലൈറ്റ് ഇട്ട് വെച്ചേക്കും, അതുപോലെ ലൈറ്റ് ഓഫ് ചെയ്യണ്ട, കാരണം ഇരുട്ടത്ത് കിടക്കുകയാണെങ്കിൽ പേടിയാണ്. യേശുവിനെ സ്വീകരിച്ചവരാ.
ഒരാളല്ല അനേകം വ്യക്തികളിൽ ഭയം കിടക്കും. യേശുവിനെ സ്വീകരിക്കുന്നത് ജോലി കിട്ടുവാനോ അല്ലെങ്കിൽ സ്ഥലക്കച്ചവടം നടക്കുവാനോ വിസ കിട്ടുവാനോ മകളുടെ കല്യാണം നടക്കുവാനോ പ്രോപ്പർട്ടി മേടിക്കുവാനോ ഇതിനൊന്നല്ല. യേശുവിനെ പൂർണ്ണ ആത്മാവും പൂർണ്ണ ശക്തിയോടും കൂടി നിങ്ങൾ സേവിച്ചാൽ, നിങ്ങൾ സ്നേഹിച്ചാൽ, നിങ്ങളതിനെ സ്വീകരിച്ചാൽ ഒരിക്കലും നിങ്ങൾ ഭയം നിങ്ങളെ തൊടുകയില്ല. ഒരു കാരണം പറയാം. മത്തനക്കാരി മറിയ യേശുവിനെ അടക്കം ചെയ്തു, യേശുവിനെ കല്ലറയിൽ അടക്കി. പക്ഷേ ഇരുട്ടുള്ള സമയത്ത് ഈ സഹോദരി മാത്രം ഓടി. ശവക്കല്ലറയിൽ ഇന്ന് വരെ നാളിതുവരെ ഒരു സ്ഥലത്തും ഒരു സഹോദരിയും ഒരു സഹോദരനും ഒരപ്പനെയോ അമ്മയോ അടക്കം ചെയ്തിട്ട് എൻ്റെ അപ്പനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആ നഷ്ടബോധത്തോടെ ആരും ശവക്കോട്ടയിൽ ഇരുട്ടുള്ളപ്പോൾ പോയിട്ടില്ല. ഈ മറിയ ആ ഇരുട്ടുള്ള സമയത്ത് ആ കല്ലറ വാതിലിലേക്ക് ഓടിയെത്തി. എന്തുകൊണ്ട്? ആ തികഞ്ഞ സ്നേഹം. ഭയം ലേശമില്ല. തരി പോലും ലേശം, ഒരു ലേശം, ഒരു പൊടിക്ക് പോലും ഭയമില്ലാത്ത ആ സഹോദരി കർത്താവിനെ അടക്കിയ കല്ലറയിലേക്ക് ഓടിച്ചത്. എന്തുകൊണ്ട്? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയമില്ല. നിങ്ങളത് തിരിച്ചറിയേണ്ട കാര്യമാണ്. നിങ്ങൾ വിശ്വാസത്തിലായിട്ടും ഇപ്പോഴും നിങ്ങൾ ഭയമുണ്ടോ? അതിനെ പുറത്താക്കണം. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കും. നിങ്ങളറിഞ്ഞ അവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു, യേശുവിൻ്റെ അമ്മയുണ്ടായിരുന്നു, അതേപോലെ തന്നെ യേശുവിൻ്റെ പിതാവുണ്ടായിരുന്നു. കൂട്ടുവിശ്വാസികൾ ഒരാൾ പോലും ആ കല്ലറയിലേക്ക് ഓടുവാനായിട്ടിടയായില്ല. എന്നാൽ ആ മറിയ ആ സ്നേഹത്തോടെ ആ ഞാൻ സ്നേഹിക്കുന്ന അതിൻ്റെ അരുമനാഥനായ ഡാഡിയെ ഞാൻ ഡാഡി എന്നാണ് സംബോധന ചെയ്യുന്നു. എൻ്റെ യേശുവിനെ അടക്കം ചെയ്ത കല്ലറയിലേക്ക് ഓടിയെങ്കിൽ മക്കളെ, നിങ്ങളൊറ്റ കാര്യം പറയാനുള്ളൂ, ഭയപ്പെടേണ്ട. യേശു സകലത്തിന് മതിയായവനാണ്. കർത്താവിനെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാടുകളുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നു. ഈ ആകാശവും ഭൂമി സൃഷ്ടിച്ച ഈ ജീവനുള്ള ദൈവം എന്തുമാത്രം അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു, അടയാളങ്ങൾ ചെയ്തിരിക്കുന്നു. പ്രിയ ഭായിതങ്ങളെ, നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ കർത്താവിനെ വിശ്വസിച്ചെങ്കിൽ മൺതിട്ടയിൽ അടിസ്ഥാനമിട്ട ഭവനമായിട്ടല്ല സഹോദരങ്ങളെ, മൺകൂനയിൽ അടിസ്ഥാനമിട്ട ഭവനമായിട്ടല്ല നിങ്ങൾ അടിസ്ഥാനമിട്ടിരിക്കുന്നെങ്കിൽ ക്രിസ്തുവാവുന്ന പാറയിൽ നിങ്ങൾ ഭവനം, വിശ്വാസത്തിൻ്റെ അടിത്തറ നിങ്ങൾ അവിടെ ഇടുക. വിശ്വാസത്തിൻ്റെ അടിത്തറ ക്രിസ്തുവാവുന്ന പാറയിൽ നിങ്ങൾ ഭവനം പണിതാൽ നിങ്ങളത് കാറ്റടിക്കുമ്പോൾ ഒലിച്ചു പോവുകയില്ല. നിങ്ങളുടെ വിശ്വാസം ഉറച്ചിരിക്കണം. ഭയപ്പെടരുത്. യേശുവിനെ ആഴത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ ഒരു പായവിരിക്കുക. മുട്ടുമുത്തിയോ മുഴങ്കാലിലോ എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഇരിക്കുക. 1, 2, 3 മണിക്കൂറോ പറ്റുന്നത് പോലെ എല്ലാം ഡെയിലി ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, യഹോവേ എനിക്ക് കാണണമേ, എന്നെ ഒന്ന് സ്പർശിക്കണമേ. അസ്ഥി മാംസമുള്ളവനാണെന്ന് തിരുവചനം പറയുമ്പോൾ എനിക്ക് അങ്ങനെ ആ എക്സ്പീരിയൻസ് ഇല്ല കർത്താവേ. അതുകൊണ്ട് കർത്താവേ, എനിക്കത് തൊടണമേ, എനിക്കത് കാണണമേ, ആ ശബ്ദം ഒന്ന് കേൾക്കണമേ എന്ന് പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥന മുറിയിൽ നിങ്ങൾ മുട്ടുമടക്കിയിരുന്നോ? ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥന മുറിയിൽ വിശ്വാസത്തോടെ അങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ കർത്താവ് നിങ്ങളുടെ മുറിയിൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ കർത്താവ് എന്നെ സ്പർശിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കണ്ണുകളടക്കുക. കർത്താവെ സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ വീഡിയോ കർത്താവെ, ഈ സന്ദേശം കേൾക്കുന്ന സകല മക്കളുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവെ പിശാച് അവൻ കർത്താവെ നുഴഞ്ഞ് കയറി ഇട്ടിരിക്കുന്ന സകല പോരുകളെ അഴിച്ചു മാറ്റുകയാണ്. ഇത് ഈ വീഡിയോ കേൾക്കുമ്പോൾ ലേബർ ബട്ടോൾ മറക്കഷിയാക്ക ലോറ ദീപ ഠേൽ ബർമ തുരാക്ലി റോമ ജീയ ഷീമറധു ബർമ തുനാൻ ഘടോറിയ ശംഭവ രാജ ലേബർ ബത്തു. നിന്റെ അടിപ്പിണാലുള്ള സൗഖ്യവും നിരാശകളും ഭയങ്ങളും ദുർബോധ കെട്ടുകളും അഴിയട്ടെ. കർത്താവെ അത്ഭുതമായി തീരട്ടെ.
ഈ സന്ദേശം അനേകർക്ക് കർത്താവേ ഒരു സമാധാനത്തിൻ്റെ സന്ദേശമായി തീരട്ടെ. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പച്ച അന്ന് പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. യേശു രാജാവിൻ്റെ നാമത്തിൽ തന്നെ സ്വർഗീയ നല്ല പിതാവേ, ആ ലവ് യു ഡാഡി. എല്ലാവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എന്ത് വിഷയം തന്നെ ആയാലും ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ വലിയേറിയ നാമത്തിൽ ഒരിക്കൽ കൂടി ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.